വായ തുറന്നാൽ ഹിന്ദുത്വ വർഗീയവാദികൾ മുസ്ലിങ്ങളെ കണ്ടാൽ മദ്രസ പൊട്ടന്മാരെന്ന് വിളിക്കുന്ന സംഘികളെ നിങ്ങളിത് കാണണം. ഈ കാഴ്ച എന്താണെന്നറിയും, നിങ്ങൾ കാണണം ഇത്. ഈ വീഡിയോയിൽ നിസ്സഹായരായിരിക്കുന്ന ഒരു ഹൈന്ദവ ഫാമിലിയാണിത്. നിവൃത്തിയില്ലാതെ അവർ പലരുടെയും മുന്നിൽ കൈനീട്ടി. ആരും ഇവർക്ക് 10 പൈസ സഹായം ചെയ്തില്ല. അവസാനം ആരോ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഏതെങ്കിലും മസ്ജിദിൻ്റെ മുമ്പിൽ പോയിരിക്കൂ, അവിടെ ഇരുന്നു കൊണ്ട് ആ മസ്ജിദിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നവരോട് എന്തെങ്കിലും സഹായം ചോദിക്കൂ, നിങ്ങൾക്ക് തീർച്ചയായും സഹായം കിട്ടിയിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാവം ഹൈന്ദവ ഫാമിലി ഈ മസ്ജിദിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് കരുണയുള്ളവരുടെ മുന്നിലേക്ക് കൈ നീട്ടുന്നത്. അവർക്ക് ഒട്ടും തെറ്റുപറ്റിയില്ല. കരുണയിലെ ഹൃദയങ്ങൾ അവർക്ക് ആവശ്യമുള്ളതും അതിലേറെയും അവരെ സഹായിച്ചു. ഇതാണ് മദ്രസ കൊണ്ടുള്ള ഗുണം. വർഗീയവാദികളായ സംഘികളെ, നിങ്ങൾ പറയുന്നത് മദ്രസ പൊട്ടന്മാർ എന്ന് വിളിക്കുന്ന നിങ്ങൾക്ക് ഇതുപോലൊരവസ്ഥ വന്നാൽ ഈ മദ്രസ പൊട്ടന്മാർ തന്നെ നിങ്ങളെ സഹായിച്ചിരിക്കും. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിസ്സഹായരായ നിർധനായവരെ, മാരകമായ രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്നവരെ സഹായത്തിൻ്റെ ഹസ്തം നീണ്ടുവരുന്നത് കേരളത്തിലെ, ഇന്ത്യയിലെ മദ്രസ പഠിച്ച ഓരോ മുസൽമാനാണ് എന്നുള്ള സത്യം സംഘികളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ശാഖയിൽ പോയിക്കൊണ്ട് മുസ്ലിം വിരോധം തലയിൽ കുത്തി നിറച്ചുകൊണ്ട് ജന്മങ്ങളായി മരണം വരിക്കേണ്ടി വരും. വായ തുറന്നാൽ ഹിന്ദുത്വ വർഗീയവാദികൾ മുസ്ലിങ്ങളെ കണ്ടാൽ മദ്രസ പൊട്ടന്മാരെന്ന് വിളിക്കുന്ന സംഘികളെ നിങ്ങളിത് കാണണം. ഈ കാഴ്ച എന്താണെന്നറിയും, നിങ്ങൾ കാണണം ഇത്. ഈ വീഡിയോയിൽ നിസ്സഹായരായിരിക്കുന്ന ഒരു ഹൈന്ദവ ഫാമിലിയാണിത്. നിവൃത്തിയില്ലാതെ അവർ പലരുടെയും മുന്നിൽ കൈനീട്ടി. ആരും ഇവർക്ക് 10 പൈസ സഹായം ചെയ്തില്ല. അവസാനം ആരോ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഏതെങ്കിലും മസ്ജിദിൻ്റെ മുമ്പിൽ പോയിരിക്കൂ, അവിടെ ഇരുന്നു കൊണ്ട് ആ മസ്ജിദിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നവരോട് എന്തെങ്കിലും സഹായം ചോദിക്കൂ, നിങ്ങൾക്ക് തീർച്ചയായും സഹായം കിട്ടിയിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാവം ഹൈന്ദവ ഫാമിലി ഈ മസ്ജിദിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് കരുണയുള്ളവരുടെ മുന്നിലേക്ക് കൈ നീട്ടുന്നത്. അവർക്ക് ഒട്ടും തെറ്റുപറ്റിയില്ല. കരുണയിലെ ഹൃദയങ്ങൾ അവർക്ക് ആവശ്യമുള്ളതും അതിലേറെയും അവരെ സഹായിച്ചു. ഇതാണ് മദ്രസ കൊണ്ടുള്ള ഗുണം. വർഗീയവാദികളായ സംഘികളെ, നിങ്ങൾ പറയുന്നത് മദ്രസ പൊട്ടന്മാർ എന്ന് വിളിക്കുന്ന നിങ്ങൾക്ക് ഇതുപോലൊരവസ്ഥ വന്നാൽ ഈ മദ്രസ പൊട്ടന്മാർ തന്നെ നിങ്ങളെ സഹായിച്ചിരിക്കും. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിസ്സഹായരായ നിർധനായവരെ, മാരകമായ രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്നവരെ സഹായത്തിൻ്റെ ഹസ്തം നീണ്ടുവരുന്നത് കേരളത്തിലെ, ഇന്ത്യയിലെ മദ്രസ പഠിച്ച ഓരോ മുസൽമാനാണ് എന്നുള്ള സത്യം സംഘികളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ശാഖയിൽ പോയിക്കൊണ്ട് മുസ്ലിം വിരോധം തലയിൽ കുത്തി നിറച്ചുകൊണ്ട് ജന്മങ്ങളായി മരണം വരിക്കേണ്ടി വരും.